അപ്പം നമ്മുടെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്നുള്ളത്. അപ്പം നമ്മുടെ സെക്കൻഡ് ഇയറിൽ ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ഒരു കുട്ടിയുണ്ടല്ലേ. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് തന്നെയാണ് എനിക്കിത് തോന്നുന്നത്. ഓക്കെ, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് തന്നെ അറിയാം. അതിലൊരുപാട് സ്റ്റോറീസ് ഉണ്ടാവും, പോയംസ് ഉണ്ടാവും, വിഷ്വൽ നരേറ്റീവ്സ് ഉണ്ടാവും. ഇതൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ, എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യങ് ആയിട്ടുള്ള കുട്ടികളെ ഇൻസ്പയർ ചെയ്യാനും അവരെ കുറേ കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാനും എൻ്റർടൈൻ ചെയ്യാനും ഒക്കെ എഴുതിയിട്ടുള്ള സ്റ്റോറീസ്, പോയംസ്, വിഷ്വൽ നരേറ്റീവ്സിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുക. അതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫെയറി ടെയിൽസ് അറിയില്ലേ, ഫെയറി ടെയിൽസ്, പിന്നെ ഫോക്ക് ടെയിൽസ് കാണാം, ഫേബിൾസ്, നഴ്സറി റൈംസ്, പിക്ചർ ബുക്ക്, കോമിക്ക്, ലല്ലബീസ്, താരാട്ട് പാട്ടുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ചിൽഡ്രൻ ലിറ്ററേച്ചറിൽ വരും. ഓക്കെ, അത് ചിലപ്പം എഴുതിയതാകാം അല്ലെങ്കിൽ ഓറലാകാം. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഓറലിൽ പെടുന്നതാണ് നമ്മുടെ ഗ്രാൻഡ് മാ സ്റ്റോറീസ് ഒക്കെ ഇല്ലേ, നമ്മൾ പറയാറില്ലേ മുത്തശ്ശി കഥകൾ, ഗ്രാൻഡ് മാസ് ബെഡ് ടൈം സ്റ്റോറീസ്, അല്ലെങ്കിൽ ഫോക്ക് സോങ്സ്, നാടൻ പാട്ടുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇതൊക്കെ ഓറലാണ്. അതുപോലെ തന്നെ റിട്ടൺ ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. ഓക്കെ, അമർ ചിത്രകഥയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അതൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നോക്കാം, എല്ലാവരും പിന്നെ എഗ്രി ചെയ്യില്ല ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ എന്തൊക്കെ വരും എന്നുള്ളതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഓക്കെ, എല്ലാവരും ഒരേ കാര്യത്തിൽ എഗ്രി ചെയ്യുന്നില്ല. സം ഇൻക്ലൂഡ് ഓൺലി സ്റ്റോറി ബുക്സ്. ചില ആൾക്കാർ എന്തുമാത്രം ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ, സ്റ്റോറി ബുക്ക്. ഓക്കെ, ഇനി എന്നിട്ട് അവരെന്തൊക്കെ മാറ്റി നിർത്തും, കോമിക്സ്, ജോക്ക് ബുക്ക്, ബയോഗ്രഫീസ് ഒന്നും ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ പെടില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമ്മൾ പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബ്രോഡായിട്ട് ചിന്തിക്കാം. ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ജോൺറെ, അതായത് ഒരു കുട്ടിക്ക് വായിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എന്തിനേയും നമുക്ക് ചിൽഡ്രൻ ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇനി ട്രഡീഷണലി ചിൽഡ്രൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടല്ല, അത് എന്തും കൂടിയാണ്, ഒരു എഡ്യൂക്കേഷണൽ പെർപ്പസും കൂടി ഉണ്ട്. കാരണം നമ്മൾക്ക് തന്നെ അറിയാം, കുറേ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടികളെ ഗുഡ് ബിഹേവിയേഴ്സ് പഠിപ്പിക്കുന്നത്, മോറൽസ് പഠിപ്പിക്കുന്നത്, സോഷ്യൽ വാല്യൂസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫണ്ണും ബേസ് കാര്യം മാത്രമല്ല അല്ലേ, അതിൽ ഒരുപാട് എഡ്യൂക്കേഷൻ പെർപ്പസും കൂടി ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വിക്ടോറിയൻ നോവൽസ് ആയിട്ടുള്ള ലിറ്റിൽ വുമൺ എന്ന് പറയുന്നത് പെൺകുട്ടികളെ എങ്ങനെ ഒബീഡിയൻറ്റ് അല്ലെങ്കിൽ കൈൻഡ് ആയിട്ട് പഠിപ്പിക്കാം എന്നൊക്കെ പറയുന്ന ഒരു തീമുള്ള ഒരു കഥയാണ്. അതുപോലെ ഇതേപോലത്തെ സ്റ്റോറീസ് വളരെ എന്താ പറയുക, ഒരു മോറലിസ്റ്റിക് ആയിട്ടുള്ള മോറൽ ടീച്ചിങ് ഉള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മുടെ അഡൾട്ടിൻ്റെ നോവൽസ് എന്തിനാണ് ഫോക്കസ് ചെയ്യാറുള്ളത്, റിയലിസം ആണ് അല്ലേ. എന്നാൽ ചിൽഡ്രൻസിൻ്റെ സ്റ്റോറീസ് ഫുൾ ഓഫ് ഫാൻറ്റസിയും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അങ്ങനത്തെ രസമുള്ള കാഴ്ചകളുള്ള സ്റ്റോറീസാണ് നമ്മുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു എഴുതിയിരിക്കുന്നത് എൻ്റർടൈൻ ചെയ്യാനും കുട്ടികളെ ഇൻസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാനും കൂടിയാണ്. അത് ബോത്ത് ഓറൽ ആൻഡ് റിട്ടൺ ഫോംസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അതിലൊരു മോറൽ ലെസൺസ് ഉണ്ടാവും, ടു ഇമാജിനേറ്റീവ് ആൻഡ് ഫൺ സ്റ്റോറി ടെല്ലിങ്ങിലൂടെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം നമുക്കിപ്പോൾ മനസ്സിലായി എന്താണ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്നുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടായി, എവിടെ തുടങ്ങി, ഇതെങ്ങനെ ഇവോൾവ് ആയി, ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലത്തെ കഥകൾ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ കാര്യത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ചിൽഡ്രൻസിൻ്റെ ഈ സ്റ്റോറീസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബുക്കിൽ നിന്നും തുടങ്ങിയതല്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ പഴയ കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതല്ല. പിന്നെ എങ്ങനെയാണ് ഇത്, ദേ സ്റ്റാർട്ടഡ് അറൗണ്ട് ദ ഫയർ ത്രൂ ഓറൽ സ്റ്റോറി ടെല്ലിങ്, അതായത് നമ്മുടെ ഓറൽ സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണ് ഇതിൻ്റെ തുടക്കം. അതായത് ഓറൽ ട്രഡിഷൻ, ഈ പഞ്ചതന്ത്ര കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഓക്കെ, ഐറിഷ് ഫോക്ക് ടെയിൽസ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഓറൽ ട്രഡിഷനാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ഇതിൻ്റെയൊക്കെ പർപ്പസ് എന്ന് പറയുന്നത് ടീച്ച് ലെസൺസ്. എന്തൊക്കെ ലെസൺസ് ആണ്, ഹോണസ്റ്റി, ഓക്കെ, സത്യസന്ധത പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ കറേജ്, ധൈര്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ, വിസിഡത്തിനെ കുറിച്ച് പഠിപ്പിക്കാനൊക്കെ ഓറലി പറഞ്ഞ കഥകളിൽ നിന്നായിരുന്നു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ
ലിറ്ററേച്ചറിൻ്റെ തുടക്കം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് പിന്നെ എന്തൊക്കെ കഥകളാണ് ഓർമ്മയുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് അറിഞ്ഞ് നല്ല എൻഗേജിങ് ആക്കാം. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ പഴയ കാലത്ത് കേട്ട ഒരുപാട് കഥകൾ ഇന്നും നമ്മളെ മൈൻഡിൽ കിടക്കുന്നുണ്ട്, ഓറലി കേട്ട കഥകൾ അല്ലേ. ഓക്കെ, ഇനി നമുക്കറിയാം മിഡീവിയൽ ടു പ്യൂരിറ്റൻ എറയിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മിഡീവിയൽ യൂറോപ്പിൽ ചിൽഡ്രൻസിനും അഡൾട്ട് ബുക്സിനും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ആദ്യം. അതായത് കുട്ടികൾക്ക് വേറെ ജോൺറെ, വലിയ വേറെ ജോൺറെ അങ്ങനെ ഉണ്ടായിരുന്നില്ല മിഡീവിയൽ യൂറോപ്പിൽ. അപ്പോൾ 15th സെഞ്ച്വറി എത്തിയപ്പോൾ പ്രയർ ബുക്കും ടെക്സ്റ്റ് ബുക്കും ചിൽഡ്രൻസിന് വേണ്ടി എഴുതി തുടങ്ങി. ഓക്കെ, ഇനി 16th to 17th സെഞ്ച്വറിയിൽ എത്തിയപ്പോൾ ചാപ്പ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതായത് ചീപ്പായിട്ടുള്ള ഒരു ഇല്ലുസ്ട്രേറ്റ് ചിത്രം വരച്ചിട്ടുള്ള സ്റ്റോറി ബുക്ക് ഇറങ്ങി. അതിലൊരുപാട് കഥകളും ബൈബിൾ സ്റ്റോറീസൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇറങ്ങിയത് 16th to 17th സെഞ്ച്വറിയിലായിരുന്നു ചാപ്പ് ബുക്ക്. ഓക്കെ, ഇനി പ്യൂരിറ്റൻ ഏജ്, അതായത് ഒരു 1600 to 1660 എത്തിയപ്പോൾ ചിൽഡ്രനെ ഒരു മിനിയേച്ചർ അഡൾട്ട്സ് ആയിട്ട് കാണാൻ തുടങ്ങി. അതായത് കുട്ടികളും അവരും ഒരു ഇൻഡിവിജ്വൽ ആണ്, അവർക്കും എന്ത് ചെയ്യണം, അവരെയും നമ്മൾ ഏർലി ട്രെയിൻ ചെയ്യണം. മൊറാലിറ്റിയെക്കുറിച്ചും റിലീജിയനെ കുറിച്ചും ചെറുപ്പ കാലഘട്ടത്തിലെ ഒരു കുട്ടിയെ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അവരെ ഒരു മിനിയേച്ചർ അഡൾട്ടായിട്ട് കാണുകയും അങ്ങനെ അവർക്കായിട്ട് എഴുതി തുടങ്ങാനും പ്യൂരിറ്റൻ ഏജിൽ തുടങ്ങി. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് സ്പിരിച്വൽ മിൽക്ക് ഫോർ ബോസ്റ്റൺ ബേബ്സ് എന്നുള്ള ഫസ്റ്റ് അമേരിക്കൻ ചിൽഡ്രൻ ബുക്ക്. ഓക്കെ, ഇതിൽ പറയുന്നത് ക്രിസ്ത്യൻ്റെ ലിവിങ്ങിനെ കുറിച്ചാണ്. ഏതാണ് ബുക്ക്? സ്പിരിച്വൽ മിൽക്ക് ഫോർ ബോസ്റ്റൺ ബേബ്സ്. ഇത് 1656 എഴുതിയിട്ടുള്ളത്. ഇനി സെക്കൻഡ് ബുക്ക് ഓർബിക്സ് പിക്ചേഴ്സ്. ഓക്കെ, ഓർബിക്സ് പിക്ചേഴ്സ് 1658 ഫസ്റ്റ് പിക്ചർ ബുക്കാണ്. അത് റിലീജിയനെ കുറിച്ചും സൂളജിയെ കുറിച്ചും പിക്ചേഴ്സ് ഒക്കെയുള്ള ഒരു ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഓർബിക്സ് പിക്ചേഴ്സ്. ഓക്കെ, അടുത്തൊരു ബുക്കാണ് പിൽഗ്രിംസ് പ്രോഗ്രസ് 1617 എഴുതിയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ അലിഗോറി. അതിൽ എങ്ങനെയാണ് ഒരു നല്ല ജീവിതം നയിക്കേണ്ടത് എന്നൊക്കെ കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ് അതും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്യൂരിറ്റൻ ഏജിൽ നമ്മൾ പറയേണ്ട കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഏർലി ചിൽഡ്രൻ ബുക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, രസത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, എങ്ങനെ ഒരു മനുഷ്യൻ നന്നായി വളരണം എന്നതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അന്നത്തെ കാലത്ത് ബുക്ക് എഴുതിയിരുന്നത്. ഓക്കെ, മോറലി കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനുള്ള ഒരു സംഭവം. ഇനി നമുക്ക് നോക്കാം, ദ എൻലൈറ്റ്മെൻറ്റ് ചേഞ്ച് സംഭവിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. സൊസൈറ്റി എന്താകാൻ തുടങ്ങി, ചേഞ്ച് ആയി തുടങ്ങി. അവർ പ്യൂരിറ്റൻ ബിലീഫ്സിൽ നിന്നും എൻലൈറ്റൻഡ് ഐഡിയാസിലേക്ക് എത്തിത്തുടങ്ങി. അപ്പോൾ ജോൺ ലോക്സിൻ്റെ ടാബുല റാസ എന്നൊരു ബ്ലാങ്ക് സ്ലേറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചിൽഡ്രൻ ആർ ഇന്നസെൻറ്റ്. കുട്ടികൾ എന്ന് പറയുന്നത് വളരെ ഇന്നസെൻ്റ് ആണ്, അവരെ നമുക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടായിട്ട് നല്ല എൻഗേജിങ് ആയിട്ടുള്ള മോറലി ബട്ട് എൻജോയബിൾ ആയിട്ടുള്ള സ്റ്റോറീസ് എഴുതി തുടങ്ങി. ഓക്കെ, അപ്പോൾ റോബിൻസൺ ക്രൂസോ എന്നുള്ള ബുക്ക്, ഗലിവർ ട്രാവൽസ് എന്നുള്ള ബുക്ക്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഈ കുട്ടികൾക്ക് വേണ്ടി അഡാപ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബുക്സ് ആയിരുന്നു. കുറച്ച് എൻജോയബിളും ആണ്, എന്നാൽ മോറലി എൻഗേജിങ്ങുമായിട്ടുള്ള സ്റ്റോറീസാണ്. 18th 19th സെഞ്ച്വറീസിൽ എത്തിയപ്പോൾ ഓതേഴ്സ് ആയിട്ടുള്ള തോമസ് ബോർമാൻ, മാരി കൂപ്പർ ഇവരൊക്കെ ബുക്സ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എൻ്റർടൈൻമെൻറ്റിന്, വെറും എഡ്യൂക്കേഷന് വേണ്ടി മാത്രമല്ലാതെ എൻ്റർടൈൻമെൻറ്റിനും കൂടി കുട്ടികൾക്ക് വേണ്ടി ബുക്സുകളും ഇറക്കാൻ തുടങ്ങി. ആരൊക്കെയാണ് എഴുതിയത്? തോമസ് ബോർമാൻ ആൻഡ് മാരി കൂപ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലുള്ള ഒരു ഇവോൾവേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ആദ്യം സ്ട്രിക്റ്റ് ആൻഡ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നത്, വളരെ മോറലി ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി. പിന്നീട് അത് ഇവോൾവ് ചെയ്ത് കുറച്ച് ഫൺ സ്റ്റോറി ടെല്ലിങ്ങിലേക്കൊക്കെ എത്തി കുട്ടികളെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു മിനിയേച്ചർ അഡൾട്ടായിട്ട് കാണുകയും അവരുടെ ക്യൂരിയോസിറ്റിയും അവരുടെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ തരത്തിൽ നമുക്ക് എഴുതി തുടങ്ങി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഫെയറി ടെയിലും കോമിക്കൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഹിസ്റ്ററിയെ നിങ്ങൾ ഒന്ന് ഓർത്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ടൈമും ഈസി ആയിട്ട് എല്ലാം ഓർമ്മയിൽ വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം,
നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആൾക്കാരുടെ പേരും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ തന്നെ എഴുതാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നോട്ട്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ്, എക്സാമിന് എന്തായാലും ഹെൽപ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ എമൗണ്ട് ആയാലും നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.